കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ വസിക്കുന്ന മുംബൈ കേരളത്തിന്റെ ഒരു ചെറിയ പതിപ്പാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കലാ സാംസ്കാരിക രംഗം എന്നും സജീവമാണ്. എഴുത്തുകാർക്ക് പഞ്ഞമില്ലാത്ത മുംബൈ നഗരിയിൽ വേറിട്ട വഴിയിലൂടെ തന്റെ കലാ സാഹിത്യ സഭരം നടത്തുന്ന വ്യക്തിത്വമാണ് ഡിംപിൾ ഗിരീഷ്. കുടുംബജീവിതത്തിന്റെ സ്നേഹവും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എഴുത്തും വായനയും നൃത്തവുമായി മുംബൈ കലാ സാഹിത്യ രംഗത്ത് നിറസാന്നിധ്യമായ ഡിംപിൾ മനസ്സ് തുറക്കുന്നു. ഡിംപിൾ ഗിരീഷിന് നൃത്തം ഒരു തപസ്യയാണ്. കഴിഞ്ഞ 19 വർഷമായി മുംബൈയിലെ താനയിൽ സ്ഥിരതാമസം. ബിസിനസ് രംഗത്ത് സജീവമായ ഭർത്താവ് ഗിരീഷ് കുമാറും 2 ആൺകുട്ടികളും അടങ്ങുന്ന കുടുംബം. എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. ഇത് മൂത്തയാൾ ഗോകുൽ കൃഷ്ണൻ, ചെറിയ ആള് യദുകൃഷ്ണൻ. അവൻ 7th സ്റ്റാൻഡേർഡിലാണ്. ഇവൻ മൂന്നാർ കാറ്ററിംഗ് കോളേജിലെ ഹോട്ടൽ മാനേജ്മെന്റ് ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷന് വന്നതാണ്. കുട്ടിക്കാലത്തെ നൃത്തത്തോടുള്ള സമീപനം ചെറുപ്രായത്തിലെ തമാശയും അമ്മയുടെ നിർബന്ധവുമായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കലയോടൊക്കെ. അങ്ങനെയാണ് എന്നെ ഡാൻസ് ക്ലാസ്സിൽ ചേർക്കുന്നത്. പക്ഷെ അന്നൊക്കെ ഭയങ്കര ഈ നൃത്തം പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. ബാക്കി കുട്ടികളൊക്കെ ഓടിക്കളിക്കുമ്പോൾ എന്നെ പിടിച്ച് താഴ്ത്തി നിർത്തുക, അന്ന് താഴ്ന്ന് നിൽക്കാന്ന് പറയാം, അരമണ്ഡലത്തിന് നിർത്തുക എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഭയങ്കര ദേഷ്യമായിരുന്നു ഡാൻസ് പഠിക്കുക എന്ന് പറയുന്നത്. നിർബന്ധിച്ചാണ് അത് പഠിച്ചു തുടങ്ങിയത്. 9 വയസ്സിലടുത്തുള്ള അമ്പലത്തിൽ അരങ്ങേറ്റമൊക്കെ നടത്തുമ്പോൾ പോലും അത്ര ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഡാൻസിനോട്. കലാമണ്ഡലം സുമതിക്കുട്ടിയാണ് ആദ്യ ഗുരു. അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പിന്തുണ കൊണ്ട് നൃത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുവാൻ താല്പര്യം കൂടി. 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. 7-8 ഒക്കെ ആയപ്പോഴേക്ക് പിന്നെ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സമ്മാനങ്ങളൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുമ്പം കൂടുതൽ ആൾക്കാർക്കൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഇഷ്ടം ഡാൻസിനോട് തോന്നി. അങ്ങനെയാണ് പിന്നെ ഡാൻസ് പഠിക്കണമെന്ന് തോന്നലുണ്ടാകുന്നത്. നൃത്തം മനസ്സിൽ ഒരു ഹരമായി നിലനിൽക്കുമ്പോഴും പഠനകാലം അവസാനിച്ചതോടെ നൃത്ത പഠനവും ഉപേക്ഷിക്കുകയായിരുന്നു. ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ എന്താ പറയുക, പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു ഉദക കാരണം അവിടെ വെച്ച് അതങ്ങ് സ്റ്റോപ്പായി. യുവജനോത്സവങ്ങളിൽ വാരിക്കൂട്ടിയ സമ്മാനങ്ങളൊന്നും ചിലങ്ക അഴിച്ചുവെക്കാതിരിക്കാൻ പ്രചോദനമായില്ല. പിന്നീട് വിവാഹശേഷം മുംബൈയിൽ എത്തിയതോടെയാണ് വീണ്ടും അരങ്ങിലെത്തുന്നത്. പിന്നീട് ഒരിക്കലും ഡാൻസ് പഠിക്കണമെന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എപ്പോഴും ടി വിയിലൊക്കെ ഇങ്ങനെ ചിലങ്കയുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവേശം ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ മോനായി 2ാമത്തെ കുട്ടി ആയതിനു ശേഷം വീട്ടിൽ ബോറടിക്കുന്നു തോന്നിയപ്പോഴാണ് ഞാൻ ഗിരീഷിനോട് പറയുന്നത് എനിക്ക് ഡാൻസ് പഠിക്കണം. നീ പഠിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അടുത്തൊരു കലാമണ്ഡലം കൃഷ്ണകുമാരി ടീച്ചറുണ്ടായിരുന്നു അന്ന് ഇവിടെ. ആ ടീച്ചറിൻ്റെ അടുത്ത് പോയി ടീച്ചർ വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ 10 വർഷം മുമ്പ് ഭരതനാട്യവും മോഹിനിയാട്ടവും വീണ്ടും പഠിച്ചു തുടങ്ങി. മുള്ളുണ്ട് കാളിദാസ നാട്യമന്ദിറിൽ വീണ്ടും അരങ്ങേറ്റം കുറിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മോഹിനിയാട്ടത്തിലായിരുന്നു. കാളിദാസ നാട്യമന്ദിറിൽ വെച്ചിട്ട് മുള്ളുണ്ടിൽ അവിടെ വെച്ച് വീണ്ടും ഒരു അരങ്ങേറ്റം ഉണ്ടായി. അതിനുശേഷവും ഏകദേശം ടീച്ചർ ഇവിടെ നിന്ന് അങ്ങ് പോയി. ഒരു 2 വർഷം എന്തോ കഴിഞ്ഞപ്പോൾ ടീച്ചർ പോയി. വീണ്ടും അതിനോടൊരു ഇഷ്ടങ്ങളൊക്കെ കുറഞ്ഞു. ഇഷ്ടം കുറഞ്ഞല്ല, ടീച്ചേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അതങ്ങ് വിട്ടു. വീണ്ടും 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും തോന്നി. പിന്നെ ഞാൻ തനിയെ ട്രൈ ചെയ്യാൻ തുടങ്ങി കുറച്ച് ഡാൻസൊക്കെ. കേരളത്തിലും മുംബൈയിലുമായി ഇതിനകം നിരവധി സ്റ്റേജുകൾ. കഥകളി കലാകാരിയായ താരാവർമ്മയുടെ സ്റ്റേജ് ഇന്ത്യയുമായി ചേർന്നൊരുക്കിയ ഫ്യൂഷൻ ഡാൻസുകളും ഈ കലയിലെ ആത്മവിശ്വാസം കൂട്ടി. താരശേഷിയുടെ സ്റ്റേജ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോഗ്രാംസ് അവരോടൊപ്പം ചെയ്യാൻ പറ്റി. അതൊരു വലിയ കോൺഫിഡൻസ് തന്നു.
പല വേഷങ്ങൾ, ക്ലാസിക്കൽ മാത്രമല്ല, അതിനകത്ത് നാടോടി നൃത്തം, മീൻസ് കുറത്തി വേഷം, പിന്നെ പല വേഷങ്ങൾ, അഭിനയം ഒക്കെ ചെയ്തത്. എനിക്ക് പറ്റിയത് മോഹിനിയാട്ടമാണെന്ന് തോന്നി. പിന്നെ ആ മോഹിനിയാട്ടത്തിൻ്റെ കൈശിക വൃത്തിയിലുള്ള ഇഷ്ടം, ലാസ്യപ്രധാനമായിട്ടുള്ള ആ ഒരു ഇതിനോടുള്ള ഇഷ്ടമൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ മോഹിനിയാട്ടത്തിലോട്ട് പൂർണ്ണമായിട്ട് ശ്രദ്ധ തിരിച്ചു. മുംബൈയിലെ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമാണ് ഡിംപിൾ ഗിരീഷ്. നൃത്തം കൂടാതെ സമകാലിക വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും വലിയ ചർച്ചയ്ക്ക് വഴി തുറക്കാറുണ്ട്. ചുറ്റിനും കാണുന്ന അല്ലെങ്കിൽ ദിവസവും കാണുന്ന TV ന്യൂസുകൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്ന ചിലതിനെതിരെ അപ്പോൾ തോന്നുന്ന എന്തെങ്കിലും കുറിച്ച് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കൂടെ ഉള്ളവർ, അതായത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ലെജൻഡായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരെ പേടിയാണ് ശരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും എഴുതുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കഴിവ് പോലെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. നൃത്തവും വായനയും എഴുത്തുമായി സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്ന ഡിംപിൾ ഈ മേഖലകളിലെ വളർച്ചയ്ക്ക് മുംബൈ എന്ന നഗരത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇവിടെ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ആ ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്നത് കൊണ്ടാവണം ഓണാഘോഷ പരിപാടികളാണെങ്കിലും വാർഷികാഘോഷ പരിപാടികളാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ നടത്താറുണ്ട്. അതായത് ഇപ്പം നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, 365 ദിവസവും ഓണാഘോഷം നടത്താറുണ്ട് മുംബൈയിലെന്ന് നമ്മൾ പറയാറുണ്ട്.